ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് 22ാമത്തെ നോമ്പാണ് കേട്ടോ. ഇന്ന് ശരിക്കും പറഞ്ഞാൽ എനിക്കിതിൻ്റെ മുന്നേ ഒരു ദിവസം നോമ്പ് തുറൻ്റെ എടുക്കാനുണ്ട് കേട്ടോ വീഡിയോ. അത് ഞാൻ ഇതുവരെ എഡിറ്റ് ചെയ്തിട്ടില്ല. കാരണം എന്താ വെച്ചാൽ എനിക്ക് സമയം കിട്ടുന്നില്ല. ഇപ്പോൾ ഞാൻ ഡ്യൂട്ടിക്ക് ഇറങ്ങുന്നതുകൊണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് എന്തായാലും ഞാൻ 22ാമത്തെ എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ 22ാമത്തെ നോമ്പാണ് കേട്ടോ. നോമ്പിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ നമ്മൾ 12 മണിക്കാണ് അത്താഴമൊക്കെ കഴിച്ച് കിടന്ന് ഉറങ്ങിയതിന് ശേഷം നീക്കുന്നത് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഉറങ്ങാണ്ടായിരുന്നു. അപ്പോൾ ആ ഉറക്കത്തിൻ്റെ പൂതിയൊക്കെ ഒന്ന് കെടുത്തതിന് ശേഷം പിന്നെ നമ്മൾ മോൾക്ക് ഫുഡൊക്കെ കൊടുത്ത് ഓളെ കുളിപ്പിച്ച് റെഡിയാക്കി ഓളെ ഉറക്കി. അതിന് ശേഷം നമ്മൾ പിന്നെ കുറച്ച് നേരം സംസാരവും കാര്യം നമ്മളെ സ്കാരും ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളിന്ന് ഫുഡ് ഉണ്ടാക്കാനൊന്നും നിന്നിട്ടില്ല. ഇന്ന് മീൻ ബിരിയാണി വെക്കണം എന്നൊക്കെ വിചാരിച്ച് നിൽക്കുകയാണ്. പോയി വരുമ്പോൾ നമ്മളിന്നൊരു ഷോപ്പിങ്ങിന് പോകാൻ വിചാരിച്ച്. ഇതൊക്കെ അല്ലേ വരുന്നത്. അപ്പോൾ മോൾക്ക് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കണം. അപ്പോൾ അങ്ങനെ പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ റെഡി ആയിട്ടാണ്. പിന്നെ മോളെ എടുത്ത് ഞങ്ങളും റെഡിയായി ഞങ്ങൾ ഇറങ്ങി. ഇന്ന് പിന്നെ പോകുന്നത് ഞങ്ങളെ വണ്ടിയിലാണ്. അതായത് ഞങ്ങളെ പുതിയ വണ്ടിയിൽ ബൈക്കിലാട്ടോ. ഇത് കുറേ ഞങ്ങൾ വണ്ടി എടുത്തിട്ട് നമ്മളിപ്പോൾ ഒരു 2 മാസം 3 മാസമൊക്കെ ആയിട്ടുണ്ടാവും വണ്ടി എടുത്തിട്ട്. ഞാനുണ്ടായാലും പ്രസവത്തിന് ശേഷം ആകെ ഒറ്റ പ്രാവശ്യമാണ് ആ വണ്ടിയിൽ കയറിയിട്ടുള്ളത് കേട്ടോ. അതിന് ശേഷം കയറിയിട്ടില്ല കേട്ടോ. വണ്ടിയുമ്പോൾ കയറാൻ ഈ വെയിറ്റും വെച്ചിട്ടാണ് കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിലും എന്തോ അതിൽ പോകുമ്പോൾ ഒരു മനസ്സുഖമാണ് കേട്ടോ. അങ്ങനെ ഓളെ ഞാൻ എടുത്തുകാണ്ട് ഇങ്ങനെ പിടിച്ചില്ല. ഓളിങ്ങനെ എന്തിനാ പിന്നെ ഇങ്ങനെ പിടിച്ചിരിക്കണമെന്നുള്ള രീതിയിലൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പോകുന്ന വഴിക്ക് ഒരു ലേഡീസ് ഷോപ്പാണ് ആദ്യം കണ്ടത്. അപ്പോൾ അതിൽ കയറിയിട്ട് എനിക്കൊരു ഡെയിലി വെയർ നോക്കാമെന്ന് വിചാരിച്ചു. പാർട്ടി വെയർ എപ്പോഴും എടുക്കുന്നതല്ലേ, അപ്പോൾ ഒരു ഡെയിലി വെയർ ആക്കാം, അതും പാകത്തിന്. ഇപ്പോൾ തടി കൂടിയതിന് ശേഷം പർദ്ദയും അബായും കഫ്താനും അങ്ങനത്തെ ഒക്കെയാണ് അധികം ഇടാറ് കേട്ടോ. അപ്പോൾ ഒരു ഡെയിലി വെയർ ചുരിദാറാക്കാമെന്ന് വിചാരിച്ചിട്ട് അത് നോക്കി. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരെണ്ണം എടുത്തു കേട്ടോ. അതിനുശേഷം ഞങ്ങൾ പുറത്തേക്ക് വേറെ ഷോപ്പിലേക്ക് കയറണം. കാരണം ഓരോരുത്തർക്കും സെപ്പറേറ്റ് ഷോപ്പിലേക്ക് തന്നെ കയറേണ്ടി വരും. കാരണം ഒരേ ഷോപ്പിൽ ഇപ്പോൾ എല്ലാം കിട്ടുന്നൊന്നുമില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ എം ലോഞ്ചിൽ കയറി. ഷെംകാക്ക് ഒരു ജീൻസ് എടുക്കാണ്ടായിരുന്നു, അതെടുത്തു. കാരണം ഉമ്മ ഓൾറെഡി മൂപ്പർക്ക് 2 ഷർട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ പെരുന്നാൾക്ക്. അപ്പം അങ്ങനെ അത് എടുത്തു. അതിനുശേഷം ഞങ്ങൾ മോക്കുള്ള ഡ്രസ്സ് എടുക്കാൻ കുട്ടികളുടെ ഷോപ്പിൽ കയറി. അതിൽ നിന്ന് ഓൾക്കും ഒരു ഡ്രസ്സ് എടുത്തു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. ഡ്രസ്സ് എടുക്കലൊക്കെ മൊത്തം കഴിഞ്ഞുകൊണ്ട് ഞങ്ങൾ മൂപ്പര് ബില്ലാക്കാൻ പോയിട്ടോ. പിന്നെ മോള് ചെറുതായിട്ട് കരയണം പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഓക്ക് കുറച്ച് പാലൊക്കെ എടുത്ത് ഞാൻ ഇടയിൽ കൊടുത്തു കേട്ടോ. അത് കഴിഞ്ഞുകൊണ്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഞാൻ പുറത്ത് എവിടെയെങ്കിലും പോകാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ മൂപ്പര് പറഞ്ഞ് പോകാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്ന സമയത്ത് ഒടുക്കത്തെ മഴ പെയ്തു. പിന്നെ ഒരു രക്ഷയില്ല. വാങ്ങിയ സാധനം കയ്യിൽ തൂക്കി ഞങ്ങളൊന്ന് മാറി നിന്നു കേട്ടോ. അങ്ങനെ കുറച്ച് നേരം നിന്ന് നോക്കിയപ്പോൾ ഞങ്ങളൊന്ന് പുറത്ത് വേറൊരു സ്ഥലം വരെ പോകാണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളൊരു ഓട്ടോ വിളിച്ചിട്ട് പോയിട്ട് ഞങ്ങൾ തിരിച്ചു വന്നപ്പോഴേക്കും മഴ മാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങളെ ബൈക്ക് കൊടുത്തുകൊണ്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോന്നു. ഇന്ന് ഫുഡ് പാഴ്സലാക്കേണ്ടി വരും എന്നൊക്കെ വിചാരിച്ചിട്ടാണ് വന്നത്. പക്ഷെ ഞങ്ങൾക്ക് അടുത്ത വീട്ടിൽ നോമ്പ് തുറ ഉണ്ടായിരുന്നു. അപ്പോൾ എന്താ വെച്ചാൽ ഓലെന്ത് ചെയ്ത് ഞങ്ങൾ അങ്ങോട്ട് ചെല്ലൂലെന്ന് കണ്ടപ്പോൾ ഓല് ഞങ്ങൾക്കുള്ള ഫുഡ് പാർസൽ ചെയ്ത് കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ വാങ്ങിയ സാധനങ്ങളൊക്കെ വീടിൻ്റെ ഉള്ളിൽ കൊണ്ടുവച്ചിക്കാണ്ട് പിന്നെ ഞങ്ങൾ വന്നപ്പോൾ ജ്യൂസ് ഒന്നും ഉണ്ടാക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഒരു പെപ്സി വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഓല് കൊടുത്തയച്ച് ബീഫ് ബിരിയാണി ആയിരുന്നു കേട്ടോ. അപ്പോൾ അതും വാങ്ങിച്ചു. കാരണം നോമ്പ് തുറക്കാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് നോമ്പ് തുറക്കാന്നുള്ള രീതിയിൽ പെട്ടെന്നൊന്ന് തട്ടിക്കൂട്ടിക്കാണ്ട് ഒക്കെ ടേബിളിൽ കൊണ്ടുവച്ചിക്കാണ്ട് ബാങ്ക് കൊടുത്തപ്പോൾ ഈത്തപ്പഴം വെള്ളമൊക്കെ കുടിച്ച് പിന്നെ ബത്തക്ക ഉണ്ടായിരുന്നു വീട്ടിൽ. അതും നമ്മൾ ഫ്രൂട്ട്സായിട്ട് ബത്തക്ക മാത്രമേ ഇന്നുള്ളൂ കേട്ടോ. അൽഹംദുലില്ലാ റാഹത്താണ്. അപ്പോൾ അതിനുശേഷം നമ്മൾ ബിരിയാണിയൊക്കെ കഴിച്ചു. നല്ല ടേസ്റ്റുള്ള ബിരിയാണി ആയിരുന്നു കേട്ടോ. ഒരു രക്ഷയില്ല പറയാണ്. അവർ വെച്ചതാണോ പുറത്തുനിന്ന് വാങ്ങിയതാണോ എന്ന് നമുക്കറിയില്ല. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു. കുറേ ആയി ബീഫ് ബിരിയാണിയൊക്കെ കഴിച്ചത്. അപ്പോൾ നമ്മൾ അതിലേക്ക് തൈര് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. തൈരും പിന്നെ നമ്മളെ മുന്തിരി അച്ചാറും പിന്നെ അവരെ നാരങ്ങച്ചാറും കൂട്ടിക്കാണ്ട് ഞങ്ങൾ കഴിച്ചു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് ഇനി വീട്ടിലെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം നാളെ ഡ്യൂട്ടിക്ക് പോകാനുള്ളതാണ്. അപ്പോൾ കുറച്ച് പണികളൊക്കെ ചെയ്തു വെക്കണം. തുണികളൊക്കെ അലക്കാടാണ്ട്. അതൊന്നും ചെയ്തിട്ടില്ല. ഇന്ന് സൺഡേ ആണെന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ ചെയ്യണം എന്ന് വിചാരിച്ചതായിരുന്നു. ഒന്നും നടന്നിട്ടില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ ചെയ്തു ഞാൻ. അതിനുശേഷം എനിക്ക് നമ്മളെ ഡ്രസ്സൊക്കെ കാണാൻ വീണ്ടും ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ആ ഡ്രസ്സൊക്കെ എടുത്തുകൊണ്ട് ഞാൻ ഒന്ന് കണ്ട്. എനിക്ക് മോളെ ഡ്രസ്സ് ഭയങ്കര ഇഷ്ടമായിട്ടോ. അപ്പോൾ എന്താ എനിക്കറിയില്ല, ഓളെ ഡ്രസ്സ് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഇന്നത്തെ യാത്രയും ഭയങ്കര ഒരു സമാധാനം തരുന്ന യാത്രയായിരുന്നു. എന്തോ അറിയില്ല, അതും ഭയങ്കര ഒരു ഫീലായിരുന്നു കേട്ടോ. അതിനുശേഷം നിസ്കാരവും നമ്മളെ ഓത്തൊക്കെ കഴിഞ്ഞു. പിന്നെ അതിനിടയിൽ മോളൊന്ന് കുളിപ്പിച്ച് ഓക്ക് കുറുക്കൊക്കെ കൊടുത്തു. ഞങ്ങൾ നോമ്പറക്കുന്ന സമയത്ത് ഓളെ കുളിപ്പിച്ചിട്ടൊന്നുമില്ലായിരുന്നു. ഓളെ താഴെ കെടുത്തിയൊക്കെ എന്നിട്ട് നമ്മൾ ചെയ്തേക്കുക. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഓളയും റെഡിയാക്കി. ഓളെ കെടുത്തിയതിന് ശേഷം നമ്മളും ഉറങ്ങാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത ദിവസം കാണാം കേട്ടോ. ഓക്കെ, ബായ്.